പിന്നെ ഒരു കാര്യം കൂടി, പ്രഗ്നന്റ് ആണെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ നിങ്ങളോട്. നിങ്ങളുടെ ആണത്തത്തിന്റെ വീര്യം ഒന്നറിയാൻ. നിങ്ങളൊരു ഭീരുവാണെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരുത്തന്റെ അവിഹിത സന്തതിയെ ചുമക്കേണ്ട ഗതികേട് എനിക്ക് ദൈവം തരില്ല. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഒരിക്കൽ വഴങ്ങി തന്ന അവകാശം പറഞ്ഞ് മേലിൽ എന്റെ പിന്നാലെ കൂടിയാ ഇപ്പൊ ഈ കാണിച്ച ഔദാര്യം ഉണ്ടല്ലോ, അതങ്ങ് മറക്കും ഞാൻ. കഴിഞ്ഞോ അനുക്കുട്ടിയുടെ പ്രസംഗം? എന്നാലേ എനിക്കും ചിലത് പറയാനുണ്ട്. എന്റെ ആണത്തത്തിന്റെ വീര്യം അളന്ന കണക്കൊന്നും മോൾ ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് നിന്നോട് അങ്ങനൊരു താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ സ്വന്തം തന്തേന്ന് വരെ നിന്നെ ഒളിപ്പിക്കാൻ പെടുന്ന പാട് നിന്റെ മമ്മി എൻ്റെ ഭാര്യയോട്, എൻ്റെ മായോട് പറഞ്ഞപ്പോൾ ചുമ്മാ തോന്നിയൊരു കൗതുകം. അതങ്ങനെ വളർന്ന് വളർന്ന് മനസ്സിലടിഞ്ഞു പോയതാ. ഇപ്പം നീ ആയിട്ടെല്ലാം അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും വെച്ച് മതിയാക്കുക. പിന്നെ ഇത്രയ്ക്ക് പകയും വിദ്വേഷമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഒന്നുമില്ലേലും ഞാനൊരു അന്യപുരുഷനല്ലേ, സ്വന്തം തന്തയൊന്നുമല്ലല്ലോ. അതോർത്ത് നിനക്ക് സമാധാനിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇല്ലെങ്കിൽ വീട്ടിൽ പോയി മോള് മമ്മിയോട് ചോദിക്കേ. എന്നാ പോട്ടെ. മമ്മി, എന്താ അനു? മമ്മി തിരക്കിലാണോ? എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നു. ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഇരുന്നേ ഉള്ളൂ. കം. എന്താ കാര്യം പറഞ്ഞോ. ഞാനും പപ്പയും തമ്മിലുള്ള റിലേഷനെ മമ്മി എന്ന് മുതലാ വേറൊരു കളർ കാണാൻ തുടങ്ങിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ മമ്മിക്ക് അങ്ങനെ തോന്നാൻ കാരണം? നിന്നോട് ഇതാര് പറഞ്ഞു? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. പറഞ്ഞത് ആര് വേണമെങ്കിലും ആവട്ടെ, മമ്മി എന്ന് മുതലായി ഇങ്ങനൊരു സംശയം മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയതെന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് ഞാൻ റൂമിൽ നിന്ന് പോവും. ഒന്ന് പതുക്കെ. ഓവർ ഇമോഷണൽ. നിന്റെ പപ്പയെ കൂടെ ഇതൊന്നും അറിയിക്കണ്ട. അതോർത്ത് മമ്മി ടെൻഷൻ ആവണ്ട. പപ്പ ഇതൊക്കെ അറിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് മമ്മിയേക്കാൾ കൂടുതൽ എനിക്ക് നിശ്ചയമുണ്ട്. ഹൗ ക്യാൻ യു മമ്മി ഇങ്ങനെ ചിന്തിക്കാനും അതിനെപ്പറ്റി മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാനും ഒക്കെ എങ്ങനെ കഴിയുന്നു? നൊന്തു പ്രസവിച്ച ഒരമ്മയും സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. അനു, നീ വെറുതെ എഴുതാപ്പുറം വായിക്കുക. ഞാനിതൊന്നും ആരോട് ഷെയർ ചെയ്തിട്ടില്ല. ഇല്ലേ? ആരോടും പറഞ്ഞിട്ടില്ല? പിന്നെ മായേച്ചി എങ്ങനെ അറിഞ്ഞു? അവരുടെ ഭർത്താവ് എങ്ങനെ അറിഞ്ഞു മമ്മിയുടെ മനസ്സിൽ ഇങ്ങനൊരു വൃത്തികെട്ട ചിന്തയുണ്ടെന്നുള്ള കാര്യം? പപ്പയും ഞാനും മാത്രമേ വീട്ടിലുള്ളപ്പോ മമ്മിക്ക് ഭയമാണല്ലേ? അതുകൊണ്ടാണല്ലോ എന്നെ അവിടേക്ക് വിളിച്ചു നിർത്താൻ മായേച്ചിയോട് ആവശ്യപ്പെട്ടത് അല്ലേ? ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പപ്പ ജോലി റിസൈൻ ചെയ്തപ്പോ മുതൽ മമ്മി ഓരോ കാരണങ്ങളും പറഞ്ഞ് എന്നെ പപ്പയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്. അനു, അങ്ങനെ ഒരു ഭയം തോന്നാൻ എനിക്ക് എന്റേതായ കാരണമുണ്ട്. എന്ത് കാരണം? നത്തിങ്. ഒന്നുമില്ല. പപ്പ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോ മമ്മിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറ്റബോധം. സ്വന്തം മോളെ അവളുടെ പപ്പയെ പോലെ സ്നേഹിക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്ന പാപബോധം. അതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാ മമ്മി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ. അനു, ഞാനൊന്ന് മമ്മിയുടെ ഭർത്താവിനെ വെറുത്തോ? പക്ഷെ എന്റെ പപ്പയെ സ്നേഹിക്കരുതെന്ന് പറയാൻ ഒരവകാശവും ഇല്ല മമ്മിക്ക്. ഞാൻ പപ്പയൊന്ന് കെട്ടിപ്പിടിച്ചാ, ഒരു ഉമ്മ കൊടുത്താ, ആ മടിയിലൊന്ന് തലവെച്ച് കിടന്നാ, അതിനെയൊക്കെ മമ്മിക്ക് വേറൊരു രീതിയിലെ കാണാൻ കഴിയുമല്ലേ? മമ്മി ഒരു അധ്യാപികയല്ലേ?
എന്റെ പ്രായത്തിലുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരാള് സ്വന്തം മോളെയും ഭർത്താവിനെയും പറ്റി ചിന്തിക്കുന്ന വഴി കൊള്ളാം. I pity you. എന്റെ പാവം പപ്പേ. അനു മതി. ശരിയാ നീ പറഞ്ഞത്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നുവെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴല്ല, അതിനുള്ള സമയമാവട്ടെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. വേണം, നീ അറിയണം. ഇപ്പൊ ചെന്ന് കിടന്നോ. നാളെ നമുക്കൊരിടം വരെ പോണം. നീ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന മറുപടി ഞാൻ അപ്പം തരാം. ഇപ്പൊ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. ഇന്നലെ നീ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് നിനക്ക് നിന്റെ പപ്പയ്ക്കുമിടയിൽ ഞാനൊരു വിലങ്ങുതടിയാകുന്നുവെന്ന്. എന്തുകൊണ്ട് നിനക്ക് നിന്റെ പപ്പയെ സ്നേഹിച്ചുകൂടാ എന്ന്. ശരിയാ, എല്ലാ പെൺകുട്ടികളും ആദ്യം സ്നേഹിച്ചു തുടങ്ങുന്നത് അവർക്ക് ജന്മം നൽകിയ പുരുഷനെ തന്നെയാ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. 16-ാം വയസ്സിൽ അച്ഛൻ മരിക്കുന്നത് വരെ എൻ്റെ റോൾ മോഡലും മെൻറ്ററും ബെസ്റ്റ് ഫ്രണ്ടുമൊക്കെ ആ മനുഷ്യൻ തന്നെയായിരുന്നു, ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ. ഓർക്കാപ്പുറത്തുള്ള അച്ഛൻ്റെ മരണം ഉണ്ടാക്കിയ ശൂന്യതയിൽ നിന്ന് പുറത്തു വരാൻ എന്നെ സഹായിച്ചത് അരുൺ ചന്ദ്രൻ എന്ന എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും വികൃതി പയ്യനായിരുന്നു അവൻ. പക്ഷെ അവനിലെവിടെയോ എൻ്റെ അച്ഛൻ്റെ ഛായ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് കാരണം. മൈ ഫസ്റ്റ് ലവ്. ആ ബന്ധത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എന്നെക്കാളും സുന്ദരിയായ ഒരുത്തിയെ കിട്ടിയപ്പോൾ അരുൺ എന്നെ ഒഴിവാക്കി. എൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രണയപരാജയവും സമ്മാനിച്ചത് അച്ഛനെ ഓർമ്മിപ്പിച്ച് വന്ന ആ കൂട്ടുകാരനായിരുന്നു. കൂടുതൽ നല്ലതിനെ തേടിയുള്ള ഒരു യാത്രയാണ് ജീവിതമെന്ന് എന്നെ ആദ്യം പഠിപ്പിച്ചത് അവനായിരുന്നു. കൂടുതൽ നല്ലതിനെ തേടിയുള്ള ഒരു യാത്രയാണ് ജീവിതമെന്ന് എന്നെ ആദ്യം പഠിപ്പിച്ചത് അവനായിരുന്നു. പിന്നീട് കോളേജ് ലൈഫിനിടയിൽ പലരും വന്നുപോയി. ചിലരെന്നെ ഒഴിവാക്കിയപ്പോൾ മറ്റു ചിലരെ ഞാനും ഒഴിവാക്കി. പ്രണയമെന്നത് എന്നെ സംബന്ധിച്ച് അപ്പോഴേക്കും തമാശ കളിയായി മാറിയിരുന്നു. ഇപ്പോഴും ആ തമാശക്കളി അവസാനിപ്പിക്കാറായിട്ടില്ല മമ്മിക്ക്, അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ ചോദ്യം. അനു, നിന്റെ മമ്മി ഒരു ഫ്ലേർട്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ നിനക്ക്? തോന്നിയാലും ഞാൻ കുറ്റം പറയില്ല. കാരണം കുറച്ചൊക്കെ അതിൽ സത്യമുണ്ട്. മമ്മി പ്ലീസ്, എനിക്ക് ബോറായി തുടങ്ങി. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ടോക്കാ. എന്റെ സംശയങ്ങൾക്കുള്ള മറുപടി അത് പറയാം. അതിലേക്കാണോ ഞാൻ വരുന്നത്? എനിക്കറിയാം ഒരു മകൾക്കും അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും കേൾക്കുന്നത് ഇഷ്ടപ്പെടില്ലെന്ന്.
ഇനി ഞാൻ നിനക്ക് വേണ്ട ഉത്തരത്തിലേക്ക് വരാം. അതും ഒരു കഥയാണ്, ഞാൻ പറയാം. ചുരുക്കി പറഞ്ഞാൽ മതി. PG കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വെച്ച് ഞാൻ ഹെൻറിയെ പരിചയപ്പെടുന്നത്. അമേരിക്കൻ കൾച്ചറൽ സെൻറ്ററിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അന്ന് അയാൾ. ഹെൻറി വില്യംസ്. എന്നെക്കാൾ 10-12 വയസ്സിന് മൂപ്പുള്ള ഒരു ഫോറിനർ. സ്ഥിരമായി ലൈബ്രറിയിൽ വന്നിരുന്ന ഞങ്ങൾ വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളായി. മറ്റ് ബോയ് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നില്ല ഹെൻറി. വളരെ പക്വതയുള്ള ഗൗരവക്കാരനായ ഒരാൾ. ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയത് അയാൾ സിൻസിയർ ആയിരുന്നു തോന്നിയത് കൊണ്ടാണ്. ഹെൻറിയുടെ റെക്കമെൻഡേഷനിൽ കൾച്ചറൽ സെൻറ്ററിൽ എനിക്ക് ടെമ്പററി പോസ്റ്റിൽ ഒരു ജോലി ശരിയായി. ജീവിതം ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ളതാണെന്ന് എന്നെ പഠിപ്പിച്ചത് ഹെൻറി ആയിരുന്നു. അന്ന് നിന്റെ പപ്പ അവിടെ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ആരോടും അധികം മിണ്ടാത്ത, സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ഇൻട്രോവേർട്ട്. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് അറിയുക പോലും ഇല്ലായിരുന്നു. പെണ്ണുങ്ങളെ കണ്ടാൽ മുട്ടിടിക്കുന്ന ഒരു നാണം കുണുങ്ങി. ഹെൻറി അങ്ങനെയായിരുന്നു മേനോനെ കളിയാക്കിയിരുന്നത്. പക്ഷേ നാണം കുണുങ്ങിയായ ആ മനുഷ്യന് എന്നോടൊരു താല്പര്യമുണ്ടെന്ന് ഞാൻ വളരെ വേഗം മനസ്സിലാക്കി. ഹെൻറിയുടെ സ്വന്തമാണെന്ന് പരസ്യമായൊരു രഹസ്യമായതുകൊണ്ട് അയാൾക്കത് എന്നോട് തുറന്നു പറയാൻ ഭയമായിരുന്നു. പിന്നെങ്ങനെയാ മമ്മിയുടെ ജീവിതത്തിലേക്ക് പപ്പ കടന്നു വന്നത്? ഏറ്റവും മാന്യനെന്ന് ഞാൻ വിശ്വസിച്ച ഹെൻറി തന്നെയായിരുന്നു ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ചതിയനും. ഞാൻ അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞത് മുതൽ അയാൾ സമർത്ഥമായി എന്നെ പറ്റിക്കാൻ തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ ഒരു യാത്ര പോലും പറയാൻ നിൽക്കാതെ ഹെൻറി US മടങ്ങിപ്പോയി. ജീവിതത്തിൽ ഈ നിമിഷം വരെ അയാളെ ഞാൻ കണ്ടിട്ടേയില്ല. അപ്പോ കുഞ്ഞ്? അയാളെപ്പോലൊരു ചതിയന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എനിക്ക്. ഹെൻറി എന്നെ ചീറ്റ് ചെയ്ത് സ്ഥലം വിട്ടു എന്നറിഞ്ഞപ്പോൾ മുതൽ ശിവശങ്കര മേനോൻ എന്നോട് സഹതാപം കാട്ടി തുടങ്ങിയിരുന്നു. ഗർഭം അലസിപ്പിക്കാൻ ഡോക്ടറെ കാണാൻ എനിക്ക് കൂട്ടുവന്നതും അയാളായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഇനിയും അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ എൻ്റെ ജീവന് പോലും അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞു. മരിക്കാൻ എനിക്ക് ഭയമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിനെന്നെ അനുവദിക്കാതിരുന്നത് ആ മനുഷ്യനായിരുന്നു. നീ പപ്പയെന്ന് വിളിക്കുന്ന ആൾ. ശിവശങ്കര മേനോൻ എൻ്റെ ഭർത്താവായി. ഞാൻ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായി. ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. എന്റെ പപ്പ എന്നിൽ നിന്ന് അകറ്റാൻ കള്ള പറയാ. അതല്ലേ സത്യം? പറ എന്നോട്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് നിന്റെ പപ്പയോട് തന്നെ ചോദിക്കാം. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് നിന്റെ പപ്പയോട് തന്നെ ചോദിക്കാം. ഒരമ്മയും ഒരു മകളോട് ഇത്രയ്ക്കും ക്രൂരത കാട്ടാൻ പാടില്ലെന്ന് എനിക്കറിയാനു. പക്ഷേ ഇനിയും ഞാനത് നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നീ സ്വന്തമെന്ന് വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് നിനക്ക് ഇതിൽ കൂടുതൽ ക്രൂരത അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാ
അതുകൊണ്ടല്ല ഞാനിപ്പോൾ തുറന്നു പറയുന്നത്. ഇനി ഒരിക്കൽ കൂടി എൻ്റെ മോൾ ചതിക്കപ്പെടരുത്. ഇന്നലെ നീ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് നിനക്ക് നിന്റെ പപ്പയെ സ്നേഹിച്ചൂടാന്ന്. നിന്റെ പപ്പയ്ക്ക് നിന്നെ ലാളിക്കാനും സ്നേഹിക്കാനും പാടില്ല എന്ന്. അതിൻ്റെ ഉത്തരം സിമ്പിളാ. ആ മനുഷ്യൻ നിന്റെ പപ്പയല്ല. എൻ്റെ കൺഫെഷൻ വേണമെങ്കിൽ എനിക്കിവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അറിയേണ്ടത് നീ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നീ ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. ശിവശങ്കര മേനോനുമായി ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഒരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയായിരുന്നു. പക്ഷേ ആ മനുഷ്യനും ഒരു മാസ്കായിരുന്നു എന്ന് എനിക്കധികം വൈകാതെ മനസ്സിലായി. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു റിസർവ്ഡ് പേഴ്സൺ ആയിരുന്നെങ്കിലും അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹി വാസ് എൻ എക്സെൻട്രിക്. ചിലപ്പോഴൊക്കെ എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുക, മറ്റു ചിലപ്പോ അതിലും ഭ്രാന്തമായി എന്നെ വേദനിപ്പിക്കുക. ആ വേദനയിൽ സ്വയം ആനന്ദം കണ്ടെത്തുക. അങ്ങനെ എല്ലാ രീതിയിലും ഒരു സൈക്കിക് പേഴ്സണാലിറ്റി. ബെഡ് ഷെയർ ചെയ്യുമ്പോൾ പോലും അയാൾക്ക് അറിയേണ്ടിയിരുന്നത് ഹെൻറി മൊത്തമുള്ള പൂർവ്വകാല കഥകളാ. ഒരു മകളോട് അമ്മയ്ക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അയാളൊരു പോവേർട്ടായിരുന്നു. എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾ എന്നേക്കാൾ കൂടുതൽ എന്റെ മകളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ എനിക്ക് പേടിയായി. എന്നെ ജയിക്കാൻ മാനസികമായി ഞാൻ തകർന്നടിയുന്നത് കണ്ട് ആനന്ദിക്കാൻ അയാൾ മനഃപൂർവ്വം കെണിയൊരുക്കുക. നിന്റെ കണ്ണില് ഞാനൊരു മോശക്കാരിയായിരിക്കും. ആ മനുഷ്യന്റെ വൈകല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ആ വീടിന്റെ മതിൽക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ വഴിയായിരുന്നു അത്. മാന്യമായ സൗഹൃദങ്ങൾക്കപ്പുറം എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷന്മാർക്ക് ഞാൻ സ്ഥാനം കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയില്ല. പക്ഷേ മോളെ, ആ മനുഷ്യൻ നിന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് പേടിയാവുക. അത് സ്നേഹമല്ല, മനസ്സിൽ മറ്റെന്തോ ലക്ഷ്യം വെച്ചാ അയാൾ നിന്നെ. എൻ്റെ മോള് സൂക്ഷിക്കണം. ഒരിക്കലും ആ കെണിയിൽ നീ വീണു പോകരുത്. ഒരു മോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനേ ഈ അമ്മയ്ക്ക് കഴിയൂ.
മോളെ അനു